ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 281. ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡം 6 അനുഭാഗം 13 സൂക്തം 133 ആണ്. ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ടെക്നോളജിയാണ്, സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന് പറഞ്ഞാൽ തിയറി പഠിക്കുക, പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം പഠിക്കുക. അതിൻ്റെ പ്രയോഗമാണ് ഇപ്പോൾ അലോപ്പതി, ആയുർവേദം എന്നെല്ലാം പറയുന്നത്, എൻജിനീയറിംഗ് എന്നെല്ലാം പറയുന്നത് ടെക്നോളജിയാണ്, യോഗ ടെക്നോളജിയാണ്, ഉപയോഗമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അസ്ട്രോളജി. അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 13 സൂക്തം 133. ഋഷി അഗസ്ത്യൻ, ദേവത മേഖല, ഛന്ദസ് തൃഷ്ടുപ്പ്, ജഗതി അനുഷ്ടുപ്പ്. യ ഇമാം ദേവോ മേഖലാമാബന്ധയ സംനനാഹയ ഉനോ യുയോജ യസ്യ ദേവസ്യ പ്രശിഷാചരാമ സ പാരമിച്ഛാത് സ ഉനോ വിമുഞ്ചാത് ആഹൂതാസ്യഭിഹുത ഋഷീണാമസ്യായുധം പൂർവ പ്രതസ്യ പ്രാശ്നവി വീരഘ്നീ ഭവമേഖലേ മൃത്യോരഹം ബ്രഹ്മചാരി യദസ്മി ധീര്യാജൻ ഭൂതാതാ പുരുഷം യമായ തമഹം ബ്രഹ്മണ തപസ്സ ശ്രമേണാനയൈന മേഖലായ സിനാമി. ഭാവാർത്ഥം: സ്വന്തം ശത്രുക്കളെ ഇല്ലാതാക്കാൻ ദേവന്മാർ മേഖലകൾ സ്ഥാപിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടിയും അത് സ്ഥാപിച്ച് ആഭിചാര കർമ്മങ്ങൾ ആ മേഖലകളോട് കൂടി ചേർത്തു. ആ ദേവന്മാർ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ശത്രുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യണേ. ആഹൂതികൾ അർപ്പിക്കുന്നതിൽ നിന്നും ലഭിച്ച മേഖലകൾ വിശ്വാമിത്രന്മാർ പോലെ മറ്റുള്ളവരുടെ ആയുധമാകുന്നു. ശത്രുക്കളെ കൊല്ലുന്നവളായ നീ ക്ഷരം പാനം ചെയ്യുന്നു. ബ്രഹ്മചര്യാധിഷ്ഠിതമായ നിയമങ്ങൾക്ക് അധിഷ്ഠിതനാണ് നാം. എന്നാൽ നടത്തപ്പെടുന്ന ആഭിചാര കർമ്മങ്ങളാൽ ശത്രുക്കൾ നശിക്കും. മന്ത്രസിദ്ധിയാകുന്ന മേഖലയാൽ ഞാൻ ശത്രുവിനെ ബന്ധിക്കും. ശ്രദ്ധ എന്ന പുത്രി ബ്രഹ്മ തപസ്സിൽ നിന്നും പിറന്ന മേഖലയാണ്. അതിനാൽ ഭാവി തിരിച്ചറിയുവാൻ കഴിവുള്ള ബുദ്ധി നീ ഞങ്ങൾക്ക് നൽകുക. കേട്ടത് ഓർമ്മിക്കുവാനുള്ള കഴിവും നൽകുക. ആത്മബലവും നൽകുക. മഹർഷിമാർ നിന്നെ ബന്ധിച്ചു. ആഭിചാര ദോഷം ഇല്ലാതാക്കി ദീർഘായുസ് നൽകുക. സ്വന്തം ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവന്മാർ മേഖലകൾ സ്ഥാപിച്ചു. അതായത് പല മേഖലകളാക്കി മാറ്റിയിട്ടുണ്ട്. പ്രപഞ്ചത്തെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചതാണ് 12 രാശികൾ. ഈ 12 രാശികളിലും ഓരോ ദേവന്മാർക്ക് ആധിപത്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതാത് ദേശങ്ങളെ സംരക്ഷിക്കുക. രാശിചക്രത്തിലെ രാശികൾ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഗുണവും ദോഷവും എല്ലാം ഈ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഗ്രഹം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ആ ഗ്രഹം നല്ല മോശ സ്ഥാനത്ത് വരുമ്പോഴാണ്. ചുറ്റുമ്പോൾ പിന്നെ നല്ല സ്ഥലത്തേക്ക് വരും. നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രശ്നം സോൾവ് ആവും. അപ്പം നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പല രാശികളായി അല്ലെങ്കിൽ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയും അത് സ്ഥാപിച്ചു. മറ്റുള്ള ദേവതകൾക്ക്, എല്ലാ ദേവതകൾക്കും ഉണ്ട്. രാശിചക്രത്തിലെ ചില ദേവതകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ്. സൂര്യന് സൂര്യക്ഷേത്രമുണ്ട്, ചന്ദ്രന് ചന്ദ്രൻ്റെ ക്ഷേത്രമുണ്ട്, ബുധന് ബുധൻ്റെ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രാശിചക്രത്തിൽ ഓരോ പലതായി തിരിച്ചിട്ട് ഓരോ ദേവന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമല്ല നിങ്ങൾ നോക്കിക്കോണം. അതാണ് നമ്മളെ രാശിചക്രത്തിൽ കാണുന്ന 12 രാശികൾ. ആഭിചാര കർമ്മങ്ങൾ ആ മേഖലകളോട് ചേർത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആഭിചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്ന സ്ഥലം.
ജാതകത്തിൽ ദോഷം ചെയ്യുന്ന സ്ഥലമുണ്ട്, നല്ല ചെയ്യുന്ന സ്ഥലമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ജാതകത്തിൽ 3, 6, 8, 12 എന്നെല്ലാം ദോഷസ്ഥാനങ്ങളായിട്ടാണ് കാണുന്നത്. അവിടെയെല്ലാം വരുമ്പോഴാണ് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നത്. ശത്രുക്കൾ ഈ ശത്രുക്കളെല്ലാം പാരവെപ്പിനാണ് ആഭിചാരം എന്നെല്ലാം പറയുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ നല്ലതും ചേർത്തിട്ടുണ്ട്. നമുക്ക് പാരവെക്കുന്ന ആഭിചാര ക്രിയകൾ ചെയ്യാനുള്ള മേഖലകളും കൂടി അതോട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് അതല്ലേ പറയുന്നത്, വ്യാഴം ഇപ്പം നിങ്ങൾക്ക് നല്ല സ്ഥലത്താണ്, ചിലവരോട് പറയും നിങ്ങൾക്ക് മോശ സ്ഥലത്താണ്. അപ്പം ചിലവർക്ക് ചില സ്ഥലങ്ങൾ മോശമായി മാറും. അപ്പോഴാണ് ഈ പാരവെപ്പുകളും ശത്രുതയും കടങ്ങളും ദാരിദ്ര്യവും രോഗവും എല്ലാം വരുന്നത്. അപ്പം അതെല്ലാം ആഭിചാരം എന്ന നിലയിലാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. അതായത് മോശ സ്ഥലം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനാണ് അത് ശത്രുക്കൾ നേരിട്ടുണ്ടാക്കാം, ഗ്രഹങ്ങൾ ഉണ്ടാക്കാം, ആരെങ്കിലും പലതരത്തിൽ എവിടെ നിന്നും വരാം. ആ ദേവന്മാർ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ശത്രുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യണം. ആഗ്രഹങ്ങൾ ഇപ്പോൾ ശുക്രൻ ഒരു സ്ഥലത്തിന്റെ ആധിപത്യം, 2 സ്ഥലങ്ങളുടെ ആധിപത്യം ശുക്രനുണ്ട്. ഈ ശുക്രൻ തന്നെ ചുറ്റുമ്പോൾ ചില സ്ഥലത്ത് നിന്ന് സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഗുണം ചെയ്യും, ചില സ്ഥലത്ത് വരുമ്പോൾ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ആ ദേവന്മാരോട് പറയുന്നത് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയും ശത്രുക്കളെയും ഇല്ലാതാക്കുകയും ചെയ്യണം. ചിലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. നല്ല സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും. മോശ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പാരകൾ വെക്കുകയും ചെയ്യും, ശത്രുത ഉണ്ടാക്കുകയെല്ലാം ചെയ്യും. അപ്പം ശത്രുത മാറുന്നപ്പോഴാണ് ആഗ്രഹം അവിടുന്ന് മാറിയിട്ട് വേറെ നല്ലയിടത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ വല്ല ഗ്രഹങ്ങളും ഇതിനെ വീക്ഷിക്കുകയെല്ലാം ചെയ്യും. നല്ല ഗ്രഹങ്ങളെല്ലാം വീക്ഷിക്കുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം ഒരു പരിധി വരെ ഇല്ലാതാകും. ആഹൂതികൾ അർപ്പിച്ചതിൽ നിന്നും ലഭിച്ച മേഖലകൾ വിശ്വാമിത്രനെ പോലെയുള്ളവരുടെ ആയുധമാകുന്നു. അപ്പൊ ഇതെല്ലാം വിശ്വാമിത്രനെ പോലെയുള്ള ഋഷിവര്യന്മാര് ഈ ജ്യോതിഷ ചക്രത്തെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആഹൂതികൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള വഴികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങളെ തരണം ചെയ്യല്ല, ഇന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് മോശമാണെങ്കിൽ പറയാം അടുത്ത കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യും, അടുത്ത ആഗ്രഹം ഇപ്പോൾ മാറി വരും. അപ്പം അതിൻ്റെ ഈ രാശിചക്രത്തിൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങൾ വിശ്വാമിത്രനെ പോലെയുള്ളവർ കണ്ടെത്തിയിട്ട് നമുക്ക് വേദങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അപ്പം നല്ല സമയത്ത് നമ്മൾ കർമ്മം ചെയ്താൽ ഫലം നല്ലതായിരിക്കും. മോശ സമയത്ത് നോക്കിയിട്ട് കർമ്മമൊന്നും ചെയ്യാൻ പാടില്ല, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പം ആ ജ്യോതിഷത്തിൻ്റെ ഗുണം അതാണ്. ഇപ്പം നമ്മളെ സമയം വളരെ മോശമാണെങ്കിൽ നമ്മൾ നിക്ഷേപങ്ങളെല്ലാം നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ മിനിമം ചെയ്യുക, അത്യാവശ്യത്തിന് മാത്രം ചെയ്യുക. അപ്പം സമയം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. അതെല്ലാം വിശ്വാമിത്രനെ പോലെയുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ശത്രുക്കളെ കൊല്ലുന്നവളായ നീ ക്ഷീരം പാനം ചെയ്യുന്നു എന്ന്. അതായത് ഈ രാശികളെല്ലാം, അതിലുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ എന്താണ്, ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിവുള്ളവരാണ്. നമുക്ക് എപ്പോഴും ശത്രുതയാണെന്നൊന്നുമില്ല. ഒരു ഗ്രഹം ചുറ്റുമ്പോൾ ചിലയിടത്ത് വരുമ്പോൾ നല്ലതാണെങ്കിൽ ചിലയിടത്ത് വരുമ്പോൾ മോശമാണ്, അതിൻ്റെ അടുത്ത സമയം നല്ലതാണ്. ഗ്രഹം ചുറ്റുമ്പോൾ എപ്പോഴും ഒരു ഗ്രഹം മോശമല്ല. ചില രാശികളിൽ നല്ലതാണ്, ചില രാശികളിൽ മോശമാണ്. മോശം എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ചുറ്റും എന്തായാലും നല്ലടുത്ത് വരും, അത് ഉറപ്പാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്ത് തരും. ബ്രഹ്മചര്യാധിഷ്ഠിതമായ നിയമങ്ങൾ കധിഷ്ഠിതനാണ് നാം. അതായത് ബ്രഹ്മചര്യം എന്ന് പറയുന്നതെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. പ്രപഞ്ച നിയമങ്ങൾ പഠിക്കുക. ബ്രഹ്മാവാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ആ മാറുന്നതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. ആ പ്ലാന് സൗരയൂഥ സിസ്റ്റവും ആയിട്ടെല്ലാം അതിൻ്റെ ചലനങ്ങളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്ലാൻ എപ്പോഴും ഉണ്ടാവുക. സമയഗ്രഹങ്ങളെ ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട്
അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലോകത്തിലെ കർമ്മങ്ങൾ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് ക്രമത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ നിയമങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ബ്രഹ്മചര്യം നടക്കുന്ന സമയത്ത്, ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം എന്നല്ല പറയുന്നത്, ആ ബ്രഹ്മചര്യ സമയത്താണ് നമ്മൾ ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം ജ്യോതിഷടക്കം പഠിക്കേണ്ടത്. അത് നിയമങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ഈ ഗ്രഹങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആഭിചാര കർമ്മങ്ങളെ, അത് നടത്തിയ ശത്രുക്കളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ശത്രുതയെ ഒരു പരിധി വരെ, ശത്രുക്കൾ നടത്തുന്ന ആഭിചാര കർമ്മങ്ങളെയെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എന്തിന്? അനുകൂലമായ ഈ ജ്യോതിഷം പഠിച്ചിട്ട് അനുകൂലമായ സമയത്ത് കർമ്മങ്ങൾ ചെയ്യുക, മോശ സമയത്ത് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മോശ സമയത്ത് കഴിയുന്നത് ക്ഷമിച്ചിട്ട് നല്ല സമയം വരുന്നത് വരെ കാത്തിരിക്കുക. ഇങ്ങനെ കുറേ ക്ഷമയെല്ലാം വേണം. ഈ ജ്യോതിഷം അറിയില്ലെങ്കിൽ ഒന്നും പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇന്ന് മോശമാണെങ്കിൽ വെച്ച് ഇനി മരിക്കുന്നവരെ മോശമാണെന്ന് വിചാരിക്കും. പക്ഷേ ജ്യോതിഷം അറിയുകയാണെങ്കിൽ അല്ല, ഒരു 5 വർഷം കഴിയുമ്പോൾ നല്ല ആകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മനക്കരുത്ത് കിട്ടും. ഇത് ഈ സമയം കഴിയുമ്പോൾ ശരിയാവും. മന്ത്രസിദ്ധിയാകുന്ന മേഖലയാൽ ഞാൻ ശത്രുവിനെ ബന്ധിക്കും. മന്ത്രങ്ങളിലൂടെ, വേദമന്ത്രങ്ങളിലൂടെ, ജ്യോതിഷ മന്ത്രങ്ങളിലൂടെ നമ്മൾ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് നാം ശത്രുവിനെ ബന്ധിക്കും. എപ്പോഴും മരിക്കുന്നവരെ ശത്രുതയൊന്നും ഉണ്ടാവില്ല. ശത്രുക്കളെല്ലാം ഉണ്ടെങ്കിൽ ഒരു കാലം വരുമ്പോഴും അതിലെ പറയുന്ന ഇന്ന് അവൻ്റെ സമയമാണ്, നാളെ നമുക്ക് നല്ല സമയം വരുന്നെല്ലാം പറയുന്നില്ല. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാൻ പഠിക്കണം. ജ്യോതിഷം പഠിച്ചുകൊണ്ട് എല്ലാം ശത്രുത ഒരു സമയം മോശമാണെങ്കിൽ ആ ഗ്രഹത്തെ പഠിച്ച ചില ഗ്രഹങ്ങൾ മോശ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഗ്രഹത്തെ എടുത്ത് മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ആ ഗ്രഹം മാറുന്നവരെ, ആ മോശ സ്ഥലത്ത് നിന്ന് മാറി വരുന്നവരെ നമ്മൾ ക്ഷമിച്ചിരിക്കണം. ഇതാണ് ജ്യോതിഷം കൊണ്ടുള്ള ഗുണം. അല്ലാതെ ആ ഗ്രഹത്തെ എടുത്ത് ദൂരെ കളയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അത് മാറുന്നവരെ ക്ഷമിച്ചിരിക്കുക. മാറും, ഇന്ന സമയമാകുമ്പോൾ മാറും, അതുവരെ ഒന്ന് ക്ഷമിച്ചിരുന്നേച്ചാൽ മതി. അങ്ങനെ നമുക്ക് ശത്രുക്കൾ ആ സമയമാകുമ്പോൾ നമുക്ക് ശത്രുക്കളെ ബന്ധിക്കാനും പറ്റും. നമ്മൾ നല്ല സമയം വരുമ്പോൾ ശത്രുവിന് മോശ സമയം മാറും. അപ്പം നമുക്ക് അവനെ പിടിച്ച് ബന്ധിക്കാം. എല്ലാം നിസ്സാര കാര്യങ്ങളാണ്. ശ്രദ്ധ എന്ന പുത്രി ബ്രഹ്മതപസ്സിൽ നിന്നും പിറന്ന മേഖലയാണ് ശ്രദ്ധ. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ എടുക്കണം. നമ്മളെ ജീവിതത്തിൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് ശ്രദ്ധ എന്ന പുത്രി ബ്രഹ്മതപസ്സിൽ നിന്നും പിറന്ന മേഖലയാണ്. ബ്രഹ്മതപസ്സിൽ ഈ മേഖലകൾ ഈ ജ്യോതിഷത്തിലെ മേഖലകളായിട്ട് തിരിച്ചതെന്ന് പറഞ്ഞാൽ രാശികളായിട്ട് തിരിച്ചതായിട്ട് കണ്ടാൽ മതി. ആ രാശികളിലൂടെ എല്ലാം തന്നെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതും. അതിനെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയെല്ലാം, നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം എപ്പോഴും തരണം ചെയ്യാൻ പറ്റും എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റും. അതിനാൽ ഭാവി തിരിച്ചറിയുവാൻ കഴിവുള്ള ബുദ്ധി ഞങ്ങൾക്ക് നൽകുക. അതിനാൽ ഭാവി തിരിച്ചറിയാനുള്ള കഴിവ്, നമ്മുടെ ഭാവി എപ്പോഴാണ് നമുക്ക് നല്ലത് വരിക, ഇപ്പം നമ്മളെ മോശ സമയമാണ്, എപ്പോഴാണ് നമുക്ക് നല്ല വരിക, അത് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് നൽകുക. ഇതിലൂടെ ശ്രദ്ധയോടുകൂടി ഈ ജ്യോതിഷം പഠിച്ചിട്ട് ഗ്രഹങ്ങളുടെ ചലനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളെ ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചക്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ക്രമത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് നമുക്ക് നല്ല സമയം വരിക. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്കൊരു നല്ല സമയം വരും, നല്ല കാലം വരുന്നു. അതെ, ആ നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പം ശത്രുക്കളെല്ലാം തന്നാലെ അന്ന് കീഴടങ്ങിക്കോളും. അപ്പം ഭാവി തിരിച്ചറിയാൻ കഴിവുള്ള ബുദ്ധി നീ ഞങ്ങൾക്ക് തരുക. ഏതിലൂടെയാണ് ബുദ്ധി കിട്ടുന്നത്? ഇങ്ങനെ പല മേഖലകളായി തിരിച്ച, പല രാശികളായി തിരിച്ച ജ്യോതിഷം, രാശിചക്രം, ജ്യോതിഷം ഉപയോഗിച്ചിട്ട് തന്നെ.
കേട്ടത് ഓർമ്മിക്കാനുള്ള കഴിവ് നൽകുക. നമ്മുടെ ഓർമ്മശക്തി എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓർമ്മയുടെ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ വ്യാഴനെല്ലാം നല്ല ചിന്തിക്കാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. വ്യാഴനെല്ലാം അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ഓർമ്മിക്കാനുള്ള കഴിവുണ്ട്. ചില സമയത്ത് എത്തുമ്പോൾ മോശമായിട്ട് നിൽക്കുമ്പോൾ എന്ത് പറ്റും, നമ്മളെ മറവി കൂടി വരും. ആത്മബലവും വരുന്നു. ആത്മാവിന് ശക്തിയും വരുന്നത് നമുക്ക് ഗ്രഹങ്ങൾ നല്ല ബലമായിട്ട് ആത്മാവ് വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങൾ നല്ല നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആത്മബലവും കൂടി വരും. മഹർഷിമാർ നിന്നെ ബന്ധിച്ചു. മഹർഷിമാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തത്വങ്ങൾ, വേദരഹസ്യങ്ങൾ മനസ്സിലാക്കി, ജ്യോതിഷ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഇത്തരം തടസ്സങ്ങളെയെല്ലാം അതാത് സമയങ്ങളിൽ നേരിടാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ആഭിചാര ദോഷമില്ലാതാക്കി എനിക്ക് ദീർഘായുസ് നൽകുക. അങ്ങനെ ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ദീർഘായുസ്സായിട്ട് ജീവിക്കുവാൻ ജ്യോതിഷത്തിലുള്ള ജ്ഞാനം നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് ഇപ്പോൾ വലിയ ഒരു പ്രശ്നം ഉണ്ടായി, എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ധരിക്കുന്നതെന്നറിയോ? ആ സമയം ഇനി മരിക്കുന്നവരെ ഇങ്ങനെയാണെന്നാണ്. അതുകൊണ്ടാണ് ചിലവരെല്ലാം ഇനി ആത്മഹത്യ ചെയ്ത് കളയുന്നത്. കാരണം ഇനി മരിക്കുന്നവരെ ഇങ്ങനെ തന്നെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല. പക്ഷേ അതേസമയം ഗ്രഹങ്ങൾ, ചില ഗ്രഹങ്ങളാണ് നമ്മൾക്ക് ഈ മോശമായി നിൽക്കുന്നത്. ആ സമയത്തെത്തുമ്പോൾ അത് മോശം തന്നെ. പക്ഷെ ഗ്രഹം അവിടെ നിൽക്കില്ല. ആ ഗ്രഹം പിന്നെ സഞ്ചരിച്ച് വരുമ്പോൾ നല്ല സ്ഥലത്ത് എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പക്ഷെ ഈ മോശ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനി എപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് അത് മണ്ടത്തരമാണ്. ഇന്ന് മോശം ഉണ്ടെങ്കിൽ നാളെ അത് എല്ലാം പരിഹരിച്ച് കാലം അതിനെല്ലാം തട്ടി നീക്കിയിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പം ദീർഘായുസോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമുക്ക് മോശ സമയമാണ്, നാളെ വരുമ്പോൾ നല്ല വരും. അങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് പോകും. അത് മനസ്സിലാക്കി ധൈര്യമായി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ അതിനൊന്നും ആ പ്രശ്നങ്ങളൊന്നും എടുത്ത് ദൂരെ കളയാനൊന്നും പറ്റില്ല. അനുഭവിച്ചേ പറ്റൂ. പക്ഷേ നമുക്കൊരു ധൈര്യം കിട്ടും. ഇപ്പം നമ്മൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായി, ഈ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു 2 വർഷം കഴിയുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം. 2 വർഷമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു അറിവില്ലെങ്കിലോ നമ്മളെന്താ ധരിക്കുക, ഇനി മരിക്കുന്നവരെ ഇങ്ങനെ തന്നെയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് പോകുമെന്ന് വെച്ചാൽ ആ നിമിഷത്തിൽ ചിലപ്പം വേറെ വല്ലതും കടും കൈകൾ ചെയ്തെന്നും വരും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ദീർഘായുസോടുകൂടി എല്ലാ ആഭിചാരങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സംഗതികൾ ഏതിലുണ്ട്? ജ്യോതിഷത്തിലുണ്ട്. ആ ജ്യോതിഷജ്ഞാനം നേടുക. അത് രാശിചക്രമായിട്ട് തിരിച്ചിട്ട് ഗ്രഹങ്ങൾക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഗ്രഹങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത് ജ്യോതിഷമായതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.